ഹലോ ഫ്രണ്ട്സ്, നമ്മൾ സാൽമൺ പല രീതിയിലും നമ്മൾ തയ്യാറാക്കിയെടുക്കാറുണ്ട്. സാൽമൻ്റെ വ്യത്യസ്തമായ രുചികൾ നമ്മൾ ട്രൈ ചെയ്യാറുണ്ട്. ഞാനിപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് സാൽമൻ്റെ ഒരു വെറൈറ്റി ഡിഷായിട്ടാണ്. അതായത് സാൽമന് കുറച്ച് ബട്ടറൊക്കെ ചേർത്തിട്ട് ആവിയിൽ വേവിച്ചെടുത്തിട്ടുള്ളതാണ്. സാൽമൺ മാത്രമല്ല, അതിൻ്റെ ഒപ്പം കൂടെ നമ്മൾ ആവശ്യത്തിനുള്ള വെജിറ്റബിളും കൂടി നമ്മൾ ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഡയറ്റൊക്കെ ഫോളോ ചെയ്യുന്നവരാണെങ്കിൽ ഇത് വളരെ നല്ലൊരു റെസിപ്പിയാണ്. പിന്നെ കീറ്റോ ഡയറ്റൊക്കെ ഫോളോ ചെയ്യുന്നവരാണെങ്കിൽ ഇതിൽ ക്യാരറ്റ് അതുപോലെ ഒറിഗാനോ ഒക്കെ നിങ്ങൾ പറഞ്ഞ അളവിൽ മാത്രം എടുക്കുക, അല്ലെങ്കിൽ അത് ഫുള്ള് അവോയ്ഡ് ചെയ്യുക. ഞാനിതിൽ കുറച്ച് ക്യാരറ്റും ഒറിഗാനോ ഒക്കെ ചേർത്തിട്ടുണ്ട്. നമുക്കപ്പോൾ നേരെ റെസിപ്പിയിലേക്ക് കിടക്കാം. ഞാനിവിടെ 5 പീസ് സാൽമണാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പും അതേപോലെ തന്നെ ഒരു 1/2 ടീസ്പൂണ് കുരുമുളക് പൊടിയും ചേർത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/4 ടീസ്പൂണ് വെളുത്തുള്ളി ചതച്ചത് ചേർത്തിട്ടുണ്ട്. പിന്നെ ഒറിഗാനോ എടുത്തിട്ടുണ്ട് ഒരു 1/2 ടീസ്പൂണ്. പിന്നെ 2 ടേബിൾ സ്പൂണ് ബട്ടറും കൂടി എടുത്തിട്ടുണ്ട്. ഇത്രയും ഇൻഗ്രീഡിയൻസ് ഒക്കെ കൂടിയിട്ട് നമ്മൾ ഈ സാൽമണിൽ നല്ലപോലെ മിക്സ് ചെയ്തിട്ട് ഒരു 2 മണിക്കൂർ ചുരുങ്ങിയത് ഞാൻ വെക്കുന്നുണ്ട്. 2 മണിക്കൂർ ഞാനിതൊന്ന് ഫ്രിഡ്ജിൽ വെക്കുകയാണ്. അല്ലെങ്കിൽ നിങ്ങൾ നല്ല കാലാവസ്ഥയൊക്കെ ആണെങ്കിൽ പുറത്തും നല്ലപോലെ കവർ ചെയ്തിട്ട് വെച്ചാലും പ്രശ്നമൊന്നുമില്ല. 2 മണിക്കൂറിന് ശേഷം നമുക്കിതൊരു സ്റ്റീമറിൽ ഇട്ടിട്ട് നമുക്ക് വേവിച്ചെടുക്കണം. അപ്പോൾ ഞാൻ ഇതേപോലെ ഒരു പാത്രത്തിൽ തട്ട് വെച്ചിട്ട് അതിൽ സ്റ്റീമറിൻ്റെ ഒരു തട്ട് വെച്ചിട്ടാണ് ഞാനിവിടെ വേവിച്ചെടുക്കുന്നത്. അപ്പോൾ ബട്ടറൊക്കെ ചേർത്തിട്ടുള്ളത് കൊണ്ട് തന്നെ ആവിയിൽ വേവിക്കുമ്പോൾ അതിൻ്റെ ആ ഒരു ജ്യൂസി ആയിട്ട് വരുന്ന സാൽമൺ ഒന്ന് ജ്യൂസി ആവും നമ്മൾ ആവിയിൽ വേവിച്ചെടുക്കുമ്പോൾ. അപ്പോൾ ആ ഇതൊന്നും പോവാതിരിക്കാനായിട്ട് നമ്മൾ ഒരു ഫോയിൽ വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഫോയിലിൽ തന്നെ നമ്മൾ ആവിയിൽ വേവിക്കുമ്പോൾ ആ ബട്ടറും ഇതൊക്കെ അതിൽ തന്നെ ഇരിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാനിവിടെ ഫോയിൽ വെച്ച് കൊടുക്കുന്നത്. അതിൻ്റെ മേലെ ഞാനിപ്പോൾ ഇവിടെ സാൽമണും അതേപോലെ തന്നെ കുറച്ച് ക്യാരറ്റ്, ഒരു 1/4 കഷ്ണം ക്യാരറ്റ് ഉള്ള കേട്ടോ. ഇത് ഒരു 5 പീസ് 6 പീസൊക്കെ ക്യാരറ്റ് ഞാനിവിടെ എടുത്തിട്ടുള്ള. അതേപോലെ തന്നെ കുറച്ച് കോളിഫ്ലവർ, ഇതൊക്കെ നല്ലപോലെ കഴുകിയെടുത്തിട്ട് വേണം വെക്കാനായിട്ട് കേട്ടോ. അപ്പോൾ കുറച്ച് നേരം വിനെഗറിലൊക്കെ മുക്കി വെച്ചിട്ടാണ് ഞാനിത് കഴുകിയെടുത്തിട്ടുള്ളത്. അതേപോലെ തന്നെ ബ്രോക്കോളി ഒരു 3-4 കഷ്ണം എടുത്തിട്ടുണ്ട്. കാബേജ് ഒരു കഷ്ണം എടുത്തിട്ടുണ്ട്. വെജിറ്റബിൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ളതൊക്കെ എടുക്കാം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഡയറ്റ് ഫോളോ ചെയ്യുന്നവരാണെങ്കിൽ ഡയറ്റിൽ പറഞ്ഞ പ്രകാരമുള്ള വെജിറ്റബിൾ എടുക്കുക. പിന്നെ കുറച്ച് സ്പ്രിംഗ് ഒനിയനും കൂടി ഇട്ടിട്ട് ഞാനിവിടെ ആവിയിൽ വേവിച്ചെടുക്കുകയാണ്. അതിപ്പോൾ പെട്ടെന്ന് തന്നെ തയ്യാറായി കിട്ടും. വെള്ളം ചൂടായതിന് ശേഷം ആവി വന്നു തുടങ്ങിയാൽ 5-6 മിനിറ്റിനുള്ളിൽ മീഡിയം ഫ്ലെയിമിൽ നമുക്കിത് തയ്യാറായി കിട്ടും. അപ്പോൾ 5-6 മിനിറ്റിന് ശേഷം നമുക്ക് തുറന്ന് നോക്കിക്കഴിഞ്ഞാൽ നമ്മളുടെ വെജിറ്റബിളും അതേപോലെ തന്നെ സാൽമണൊക്കെ നല്ല പോലെ വെന്തിട്ടുണ്ട്. ബട്ടറൊക്കെ നമ്മൾ ഒഴിച്ചത് കൊണ്ട് തന്നെ അത് വളരെ ടേസ്റ്റിയാണ്. അതേപോലെ തന്നെ നമ്മളിപ്പോൾ ഒരു അലുമിനിയം ഫോയിൽ വെച്ച് കൊടുത്തത് കൊണ്ട് തന്നെ ഇതിൻ്റെ ആ പച്ചക്കറിയൊക്കെ വേവിച്ച വെള്ളം ഇതൊന്നും പുറത്ത് പോകുന്നില്ല. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യണം. അതേപോലെ തന്നെ വീഡിയോ കണ്ടതിനും സപ്പോർട്ട് ചെയ്തതിനും എല്ലാവർക്കും താങ്ക്സ് ഉണ്ട്. വീണ്ടും നമുക്ക് അടുത്ത വീഡിയോയിലൂടെ കാണാം.